സുപ്രീം കോടതി അഭിഭാഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, ഒന്നിന് പിറകെ ഒന്നായി ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ ബീഹാറിൽ നിന്ന് തേജസ്വി യാദവും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അടിമുടി പ്രശ്നങ്ങളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത്? അതെ, ദൗർഭാഗ്യവശാൽ ഇംപാർഷ്യൽ അമ്പയർ എന്ന ഒരു സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നോ എന്ന ഒരു സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ടാണ് ഈ പ്രതിപക്ഷ കക്ഷികള് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നത്. അതിലെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്ന പൗരന്മാർക്ക് ഒരു വോട്ടാണെങ്കിൽ പോലും അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള അറിയാൻ, അല്ലെങ്കിൽ വോട്ടേഴ്സ് പട്ടികയിൽ വന്നിരിക്കുന്ന ക്രമക്കേടുകൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് പറയുന്നത്. അതില് ഇന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ മറുപടി അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി ആ കേസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ചില കാരണങ്ങൾ, ചിലരെ പേരെടുത്ത് മാറ്റുന്നു, ആധാർ കാർഡ് പോലും ഇപ്പോൾ അവരുടെ ഒരു പരിഗണനയിൽ വെച്ചിട്ടില്ല. സുപ്രീം കോടതി ചോദിച്ചു ആധാർ കാർഡൊക്കെ പരിഗണിക്കാൻ മേലെ ഒരാളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇന്റൻസീവ് ആയിട്ടൊരു റിവിഷൻ നടത്തുന്നതിന്റെ സതുദ്ദേശത്തെ പോലും സംശയത്തിന്റെ നിഴലിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ തേജസ്വി യാദവ് ഒക്കെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നം. തീർച്ചയായിട്ടും ഇതിൽ സുതാര്യമായിട്ടുള്ള ഒരു ഉത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കോടതിയുടെ സമക്ഷവും അല്ലാതെ പൊതുജനങ്ങളുടെ മധ്യത്തിലും ഇലക്ഷൻ കമ്മീഷൻ ഒരു വിശദീകരണവുമായിട്ട് വരേണ്ടതുണ്ട്. എപ്പോഴും ആ ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അമ്പയർ ഇമ്പാർഷ്യൽ ആണെന്നുള്ള ഒരു ബോധ്യം വരണം. കാരണം അതാണ് ഏറ്റവും പ്രധാനം. എങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയും, എല്ലാവർക്കും മത്സരിക്കുന്ന എല്ലാവർക്കും ഒരേ അവസരം കിട്ടണം. അതിനകത്ത് അട്ടിമറികൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ എന്തെങ്കിലും അട്ടിമറികളോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എഫർട്ട് എടുത്ത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതുപോലെ ഇപ്പോൾ അതിനെയൊക്കെ ശരിവെക്കുന്നത് പോലെ വീണ്ടും തേജസ്വി യാദവ് ഇത് കൊണ്ടുവരുന്നു. അപ്പൊ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന പെറ്റീഷനും തീർച്ചയായിട്ടും അതിലും ഈ കോടതി ഈ ഒരു കാര്യം കൂടി പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി തരൂ എന്നുള്ള സ്ഥിരമായിട്ടുള്ള മറുപടി അത് ഇലക്ഷൻ കമ്മീഷൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? നേരത്തെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് അന്യായമാണ്. കാരണം 2024 പരാതിയിലെ അഫിഡവിറ്റ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ബീഹാർ ഇലക്ഷന്റെ കാര്യത്തിൽ ഇപ്പൊ തേജസ്വി യാദവ് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ന്യായമാണ്. കാരണം ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അവിടെ കമ്മീഷന് റിട്ടേൺ ആയിട്ടുള്ള അഫിഡവിറ്റും അതിന്റെ പ്രൂഫും ഒക്കെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. അത് എന്തെങ്കിലും രീതിയിൽ അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ കോടതി തീർച്ചയായിട്ടും ഇടപെടും. അപ്പൊ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. അത് വിജിലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പൗരന്മാരെല്ലാം വളരെ കണ്ണും കാതും തുറന്നിരിക്കുക. ഇതിലെ കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ എവിടെയെങ്കിലും അട്ടിമറിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കുക. അത് പൊതുജന സമക്ഷം കൊണ്ടുവരിക. കോടതികൾ അത് പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ എത്തിക്കുകയാണെങ്കിൽ കോടതികൾക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിപ്പോൾ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലമൊക്കെ കോടതിയുടെ സമക്ഷത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതി വിഷയം പരിഗണിക്കാനും ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ പരിഗണിക്കുന്ന സമയത്ത് ഇതുകൂടി സ്വമേധയാ പരാമർശിക്കപ്പെടുമോ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങള് കോടതിയിൽ വാദം നടക്കുന്ന വേളയിൽ കോടതി പരിഗണിക്കും. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തില് ആ വിധിയിൽ ഈ ഒരു കാര്യം കൂടി അതിൽ തീർച്ചയായിട്ടും ഒരു പ്രധാന ഘടകമായി മാറും വിധി വരുമ്പോൾ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ പ്രശാന്ത് പത്മനാഭൻ പ്രതികരിച്ചതിന്. തൗഫീഖ് അസ്ലം തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, നിലവിൽ ഇപ്പോൾ ഈ തേജസ്വി യാദവും അണികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയോ മറ്റോ നൽകിയിട്ടുണ്ടോ? നിലവിൽ പരാതികളൊന്നും നൽകിയിട്ടില്ല. സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുന്നുണ്ടെന്ന് തേജസ്വി യാദവ് പറയുന്നുണ്ട്. തെളിവുകൾ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപോരാട്ടം തുടരുമെന്ന് കൂടി ഇപ്പോൾ തേജസ്വി യാദവ് അറിയിച്ചിട്ടുണ്ട്. BJP ജനാധിപത്യത്തെയും ഭരണഘടനയും നശിപ്പിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ വിജയ് സിൻഹയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി BJPയുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ തേജസ്വി യാദവ് ചോദിക്കുന്നുണ്ട്. ഈ ബീഹാറിലെ വോട്ടർ പരിഷ്കരണം വലിയൊരു തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം വരുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണമെന്ന് കൂടി തേജസ്വി യാദവ് ഇപ്പോൾ ആവശ്യപ്പെട്ടു.
ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. തേജസ്വി ഇതിൽ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ ഒരു കാര്യം പറഞ്ഞത് സുപ്രീം കോടതിയിൽ നടക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ തട്ടിപ്പ് സുപ്രീം കോടതിയിൽ തുറന്നു കാട്ടും. അതിന് തങ്ങളുടെ കൈവശമുള്ള എല്ലാ രേഖകളും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഇലക്ഷൻ റോളുകൾ തന്നെ സുപ്രീം കോടതിയിൽ തെളിവായിട്ട് നൽകിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് കൂടി ഇപ്പോൾ തേജസ്വി യാദവ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, തോഫിക് അസ്ലമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ